الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നവാഖിദുൽ ഇസ്ലാമിൻ്റെ ഷർഹാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ ഇത് നൽകിയിരിക്കുന്ന ലഘുവായ ഒരു വിശദീകരണം, അതിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതിൽ രണ്ട് നാഖിലുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചത്. ഇനി മൂന്നാമത്തെ നാഖിദ്, ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന, ഒരാളുടെ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ സംസാരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ കാര്യം, അത്താലിസു മൻ ലം യുകഫിരിൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅ. മുസന്നിഫ് റഹിമഹുല്ലാ മൂന്നാമത്തെ നാഖിലായി പറയുന്നത് ഇതാണ്: മൻ ലം യുകഫിരിൽ മുശ്രിക്കീൻ, ആരാണോ മുശ്രിക്കീങ്ങളെ കാഫിറാക്കാത്തവർ. മുശ്രിക്കീങ്ങൾ കാഫിറാണെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഔ ശക്ക ഫീ കുഫ്രിഹിം, അല്ലെങ്കിൽ അവരുടെ കുഫ്റിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ സംശയിക്കുന്നു, അവൻ കാഫിറാണോ അല്ലയോ എന്നുള്ളതിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ അവരുടെ മാർഗവും സ്വഹീഹാണ്, ശരിയായ വഴിയാണ് എന്ന് അതിന് ശരിപ്പെടുത്തുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ കഫറ ഇജ്മാഅ. ഇജ്മാഅ എന്ന നിലയിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അവർ ആരാണ്? കാഫിറാകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ നാഖിദിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് മുസന്നിഫ് പറയുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നത് കാണാം: അൽ മുഅ്മിനു ബില്ലാഹി യുവഹിദുല്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുകയും വയക്ഫുറു ബിത്വാഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ത്വാഗൂത്തുകളെ നിഷേധിക്കുകയും ചെയ്യും. ഇതാണ് ഒരു വിശ്വാസിയുടെ സവിശേഷത. അവൻ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കും, അള്ളാഹുവിൻ്റെ തൗഹീദിനെ മുറുകെ പിടിക്കുകയും അങ്ങനെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യും. അതുമാത്രം പോരാ, പിന്നെന്തും വേണം? അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുക എന്നുള്ളതും ഈമാനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന രണ്ട് റുക്നുകളായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വയഅ്തഖിദു കുഫ്റ മൻ കഫറഹുല്ലാഹു അസ്സ വജല്ല, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാണോ നിഷേധിക്കുന്നത് അവൻ കാഫിറാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യും. അവരുടെ കുഫ്റിനെയും എന്ത് ചെയ്യും? മുഅ്മിനാണെങ്കിൽ അവൻ വിശ്വസിക്കും. അള്ളാഹു തആല പറഞ്ഞത് കാണാം: ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്, നിശ്ചയമായി നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിലും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിലും, അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ നിയോഗിക്കപ്പെട്ടതായ അമ്പിയാക്കൾ, മുസ്ലിങ്ങൾ, ഇവരിലെല്ലാം നിങ്ങൾക്ക് നല്ല ഉത്തമമായ മാതൃകയുണ്ട്. ഏത് കാര്യത്തിലാണ് മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പറഞ്ഞതായ സന്ദർഭത്തിൽ. എന്താണ് അവർ പറഞ്ഞത്? ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നു, ബറാഅത്ത് പറയുന്നു. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവകളിൽ നിന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മാറി നിൽക്കുന്നു. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യാണ്? കുഫ്ർ ചെയ്യുകയാണ്, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുകയാണ്, നിങ്ങൾ കാഫിറാണെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു. അതായത് കഫർനാ ബിക്കും ജമീഅൻ, നിങ്ങൾ മുഴുവനും എന്താണ്? അള്ളാഹു നിഷേധിച്ചവരാണ്, എന്തുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കുഫ്ർ ചെയ്യുന്നു. ബിക്കും ഹൈസു കഫർത്തും, നിങ്ങളെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഫ്ർ ചെയ്തു എന്നുള്ള കാരണത്താലാണ്.
ആ അർത്ഥത്തിൽ വബിമാ തഅബുദൂന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവകളെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിഷേധിക്കുന്നു. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് മേൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു പഠിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ഇങ്ങനെയും കാണാം, വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദാ, നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമായിരിക്കുകയാണ് എന്നേക്കുമായി. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അവനെ മാത്രം വിശ്വസിക്കുന്നത് വരെയും അതെന്ത് ചെയ്യും, നിലനിൽക്കും, ഈ ബറാഅത്ത് നിലനിൽക്കും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും അവരുടെ കൂടെയുള്ളവരും അവരുടെ ജനതയോട് പറഞ്ഞതിൽ നിങ്ങൾക്കുന്നുണ്ട്, മാതൃകയുണ്ട്. അപ്പോൾ ഇത് കുഫാറുകളെ കാഫിറുകളായി കാണണം എന്നുള്ളതിനുള്ള പ്രത്യക്ഷമായ തെളിവാണ്, ഖണ്ഡിതമായ തെളിവാണ്. ഫഅദമു തക്ഫീരിൽ കാഫിർ, അപ്പോൾ ഒരു കാഫിറിനെ കുഫറാണ് എന്ന് പറയാതിരിക്കൽ, അവൻ കാഫിറാണെന്ന് പറയാതിരിക്കൽ, അല്ലെങ്കിൽ അവിഷക്കു ഫീ കുഫ്രി, അവൻ്റെ കുഫറിൽ എന്ത് ചെയ്യൽ, സംശയം വയ്ക്കൽ, ഔ തസ്ഹീഹി മദ്ഹബിഹി, അല്ലെങ്കിൽ അവരുടെ മാർഗവും ശരിയാണ് എന്ന് പറയൽ. ഇത് യുദാദ്ദുൽ ഈമാന ബിൽ കുല്ലിയ്യ, പൂർണ്ണമായും ഈമാനിന് നേരെ വിപരീതമാണത്. വയൻഖുദുൽ ഇസ്ലാമ ബിൽ കുല്ലിയ്യ, പൂർണ്ണമായും അതെന്ത് ചെയ്യും, ഇസ്ലാമിനെ ഇല്ലാതെയാക്കി കളയുന്ന കാര്യങ്ങളാണ്. വഹുന അന്നാഖിദു വഹാദ അന്നാഖിദു ദക്കറ ശൈഖു ഫീഹി തലാസത ഉമൂരി കുല്ലുഹാ തൻഖുദുൽ ഇസ്ലാം. ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാഹ് ഈ നാഖിദിൽ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അത് 3ഉം എന്താണ്, ഇസ്ലാമിനെ ഇല്ലാതെയാക്കി കളയുന്ന, മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് അൽ അവൽ മൻ ലം യുകഫിർ മൻ കഫറഹുല്ലാഹ് ഔ കഫറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരാളെ കാഫറാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു, ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗം കാഫറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഭാഗത്തെ ഏതൊരുവൻ കാഫറാക്കുന്നില്ലയോ അവനാണ്. അല്ലാഹു പറയാണ്, എന്താണ്, നസ്വാറാക്കൾ അവർ കുഫാറുകളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് എന്താണ് മക്കളുണ്ട് എന്ന് പറയുന്നവർ കാഫറുകളാണ് എന്ന് അല്ലാഹു പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വേറൊരാൾ പറയണ അല്ല, അവർ കാഫറുകളല്ല എന്ന് പറയുകയാണ്. എന്നാൽ അങ്ങനെ പറയുന്നവരെന്ത് ചെയ്തിരിക്കുന്നു, കാഫറുകളായി. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്, ലി അന്നഹു മുഖദ്ദിബുൻ ലിൽ ഖുർആൻ, അവർ ഖുർആനെ കളവാക്കി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിനെ അവർ കളവാക്കി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. വറാദ്ദുൻ ലിഹുക്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി പറഞ്ഞു, അതിനെന്ത് ചെയ്യുന്നു, ഇവർ തള്ളിക്കളയുന്നു. അതാണ് അതിൻ്റെ കാരണം. അപ്പം ഈ 3ാമത്തെ നാട്ടിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹു ഒരാളെ കാഫറാക്കുന്നു, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന വിഭാഗം അവർ കാഫറുകളാണെന്ന് പറയുന്നു, ഒരാളെന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായും അതെന്തായി മാറും, അള്ളാഹുവിനെ കളവാക്കിയവനെ പോലെയാകും, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി പറയുന്നതിനെ തള്ളുന്നവനെ പോലെയാകും. അതുകൊണ്ട് അത് മുഖേന കുഫർ സംഭവിക്കും. വഖദ് അജ്മഅൽ ഉലമാഉ അലാ അന്ന മൻ കദ്ദബ ആയതൻ ഫിൽ ഖുർആൻ ഫഖദ് കഫർ. പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ ആരെങ്കിലും കളവാക്കിയാൽ അവൻ കാഫിറാണെന്നുള്ളതിൽ എന്തില്ല, സംശയമേ ഇല്ല. ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. വഅന്ന മൻ അറദ്ദ ഹുക്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദൽ ഇൽമി ബിഹി ഫഖദ് കഫർ. അതേപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു വിധി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി പറഞ്ഞു, അതിനെ അറിഞ്ഞതിന് ശേഷവും ഒരാൾ അതിനെ തള്ളിക്കളഞ്ഞാൽ അവനും എന്താണ്, കാഫിറാണെന്നുള്ളതിൽ എന്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഫമൻ ഖാൽ, ഒരാൾ പറഞ്ഞാൽ, ഇന്നല്ലദീ യഖൂൽ ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമനാണ് എന്ന് തൃത്വം ഒരാൾ എന്ത് ചെയ്തു, പറഞ്ഞു. അങ്ങനെ ലൈസ ബി കാഫിർ, അങ്ങനെ പറഞ്ഞവൻ, തൃത്വം പറഞ്ഞവൻ കാഫിർ അല്ല എന്നൊരാൾ എന്ത് ചെയ്തു, പറഞ്ഞു. അല്ലെങ്കിൽ ബൽ ഹും ഇഖ്വാനുന, അല്ല അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. യഅ്ബുദൂന അല്ലാഹ കമാ നഅ്ബുദു, ഞങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ അവരും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരും ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ കാഫിറുകളല്ല എന്ന് പറഞ്ഞാൽ ഫഖദ് കഫർ, അവനെന്തായി മാറും, കാഫറായി മാറും. കാരണം അള്ളാഹ് പറഞ്ഞതാണെന്ത്, അങ്ങനെ പറയുന്നവർ കാഫിറുകളാണെന്ന്. അതായത് അള്ളാഹു മൂന്നാമനാണ്, തൃത്വം പറയുന്നവർ കാഫിറുകളാണെന്ന് ആര് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു. ഇവൻ പറയുന്നു ഇവ അല്ല, കാഫിറുകളല്ല.
ഒമൻ കാല ഒരാൾ പറഞ്ഞു ഇന്നമൻ കാല ഇന്ന ഉസൈറൻ ഇബ്നുല്ലാഹ് ലൈസ കാഫിറൻ ഫഖദ് കഫർ. ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ ഒരാൾ കാഫിറല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഫഖദ് കഫർ, അത് മുഖേന അവൻ എന്ത് ചെയ്യും? കാഫിറാവും. കാരണം ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞവരെ അള്ളാഹു ചെയ്തിട്ടുണ്ട്, അവർ കാഫിറാണെന്ന് പറഞ്ഞു. ഇവൻ പറയണല്ല അവർ കാഫിറല്ല എന്ന് പറഞ്ഞാൽ എന്താവും? ഒമൻ ഖാല ഇന്ന ദഹിരിയീൻ, ഇനി ആരെങ്കിലും പറയുകയാണ് ദഹിരിയീങ്ങൾ, അതായത് കാലമാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഈ പ്രപഞ്ചം അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ സൃഷ്ടിച്ച ഉടമസ്ഥനോ പരിപാലകനൊന്നുമില്ല, കാലമാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അവിഷുയൂഈൻ, കമ്മ്യൂണിസ്റ്റുകൾ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ചിരിക്കുന്ന ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകൾ, അവർ പറയുന്നത് ഇതേ പ്രകാരം തന്നെയാണ്. ഈ പ്രപഞ്ചം സ്വാഭാവികമാണ്, അത് എന്താണ്, ഒരു സൃഷ്ടാവിൻ്റെ കരങ്ങളതിലില്ല എന്ന് മതത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ, അല്ലെങ്കിൽ അവരിൽ ബൂദിയീൻ, ബുദ്ധന്മാർ, ഇവരൊന്നും ലൈസു കുഫാറ, അവരൊന്നും കാഫിറുകളല്ല എന്നൊരാൾ പറയുകയാണ്. അപ്പോൾ മതനിഷേധികളായ, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ വേറെ ആരാധ്യർ സ്വീകരിച്ചിരിക്കുന്നതായ, ഇങ്ങനെ ഖുർആൻ തന്നെ ഖണ്ഡിതമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞവർ. അങ്ങനെയുള്ളതായ ആളുകൾ കുഫാറുകളല്ല എന്നൊരാൾ പറഞ്ഞാൽ ഫഖദ് കഫർ, അവനെന്തേ മാറും? കാഫിറാകും. ലിഅന്നഹു കദ്ദബൽ ഖുർആൻ, അതിന് കാരണം എന്താ? അവർ ഖുർആനെ കളവാക്കി എന്നുള്ളതാണ്. വറദ്ദ ഹുക്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്മിനെ അവരെന്ത് ചെയ്തു? റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. വലിഅന്നഹു ലം യക്ഫുർ ബിത്താഗൂത്ത്, കാരണം അവർ താഗൂത്തിനെ ചെയ്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. വറുക്കുനു ഷഹാദ, ഷഹാദത്തിൻ്റെ റുക്കിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 റുക്കുനുണ്ട്. അതിൽ ഒന്നാമത് അൽ കുഫ്റു ബിത്താഗൂത്ത്, എന്താണ്? താഗൂത്തിനെ നിഷേധിക്കുക. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവകളെ എന്തിലാണ്? നിഷേധിക്കലാണ്, കുഫ്റിനെ നിഷേധിക്കലാണ്. അഷ്ഷഹാദത്തു ലഹാ റുക്നാൻ അൽ ഈമാനു ബില്ലാഹ് വൽ കുഫ്റു ബിത്താഗൂത്ത്. ഷഹാദത്തിന് രണ്ട് റുക്കനുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ള റുക്കനാണ്, താഗൂത്തിനെ നിഷേധിക്കുക എന്നുള്ളതാണ് ഒരു റുക്കനാണ്. അപ്പോൾ ഇവിടെ താഗൂത്തിനെ നിഷേധിക്കുന്നില്ല എന്നുള്ള കാരണത്തിൽ എന്താകും? അവരുടെ ഈ വാദം കുഫ്റാകും. ഇതാണ് ഈ മൂന്നാമത്തെ നാക്കിളിൽ ഒന്നാമത്തെ കാര്യം. വൽ അംറു സാനി, രണ്ടാമത്തെ കാര്യം, മൻ യശുക്കു ഫീ കുഫ്രി മൻ കഫറഹുല്ലാഹ് ഔ കഫറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ യതവഖഫു ഫീ ദാലിക്. ഒരാൾ അള്ളാഹു കാഫിറാക്കിയ ഒരാളുടെ കുഫറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഫിറാക്കിയ ഒരാളുടെ കുഫറിൻ്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ ഔ യതവഖഫു ഫീ ദാലിക്, അതിലവൻ തവക്കുഫായി. തവക്കുഫാവുക എന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്തു? അതിലവൻ അവൻ്റെ നിലപാടൊന്നും പറയുന്നില്ല, എനിക്കറിയില്ല എന്നെന്ത് ചെയ്യുന്നു? തവക്കുഫായിട്ട് അവൻ അതിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നു. തവക്കുഫാവുക എന്ന് പറഞ്ഞാൽ തഖൂലു ലഹു മൻ ഖാൽ ഇന്നല്ലാഹ സാലിസു സലാസ ഹൽ ഹുവ കാഫിറുൻ. നീ ഒരാളോട് ചോദിക്കുകയാണ്, അള്ളാഹു മൂന്നാമനാണ് എന്ന് പറയുന്നയാൾ ഹൽ ഹുവ കാഫിറുൻ, അവൻ കാഫിറാണോ എന്ന് നീ ചോദിച്ചാൽ, ഖാൽ, അവൻ പറയും, ഉംസിക്കു ലിസാനി, ഞാനൊന്നും പറയാനില്ല, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. അതവക്കഫു, ഞാൻ എന്ത് ചെയ്യാണ്? തവക്കുഫാവുകയാണ്. വല്ലാഹി യുംകിൻ, അള്ളാഹുവാണ് സത്യം, ചിലപ്പോൾ സാധ്യതകളുണ്ട്, പക്ഷേ അവൻ കാഫിറാണെന്ന് എനിക്ക് പറയാനെന്നില്ല, ഞാൻ കൂട്ടാക്കുന്നില്ല എന്നവൻ പറയാണ്. അന്ത തഖൂൽ ഇന്നഹും കുഫാർ, നിങ്ങൾ അവർ കുഫാറുകളാണെന്ന് പറഞ്ഞു. ഫിൽ ഖുർആനി ഷൈഉൻ, ഖുർആനിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. വയുംകിൻ, അങ്ങനെയൊക്കെ ആകാൻ സാധ്യതകളുണ്ട് എന്ന് പറയാണ്. അഷ്ഷക്കു തറദ്ദുദുൽ ഖൽബി വലൗ ലം യൻതിഖ് അൽ ലിസാൻ. അപ്പോൾ ഷക്ക്, സംശയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. അതവൻ എന്ത് ചെയ്യണമെന്നില്ല, നാവുകൊണ്ട് പറയണമെന്നൊന്നുമില്ല, പക്ഷെ ഇവനെന്ത് ചെയ്യാണ്? ഇങ്ങനെ ഈ ഒരു സംശയം ഹൃദയത്തിൽ വെച്ച് പുലർത്തിയിരിക്കുകയാണ്. അവർ കാഫിറാണോ അല്ലയോ, അവർ സത്യത്തിൻ്റെ മാർഗത്തിലാണോ എന്ന് ഈ സംശയം വെച്ച് പുലർത്തുന്നത് മുഖേനയും എന്താകും? കുഫ്ർ സംഭവിക്കും. ഇൻതബിഹു, ഷേഖ് ഹഫളഹുല്ല പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അഷ്ഷക്കു, ഷക്ക് എന്ന് പറഞ്ഞാൽ തറദ്ദുദുൽ ഖൽബി, ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. വലൗലം യൻതിഖ് അൽ ലിസാൻ, നാവ് കൊണ്ട് അത് തീരുന്നില്ല, പറഞ്ഞിട്ടില്ലെങ്കിലും ശരി.
ഫമൻ ഷക്ക ഫീ ഖൽബിഹി, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇങ്ങനെ സംശയം വന്നു, വതറദ്ദദ ഫീ കുഫ്രി മൻ കഫറഹുല്ലാഹ് ഔ കഫറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ കാഫറാക്കിയ ആളുകളുടെ കുഫറിനെ സംബന്ധിച്ച് ഇവൻ എന്ത് ചെയ്തു? സംശയമാണ്. എന്നാൽ ഫഖദ് നഖദ ഇസ്ലാമ, അവൻ്റെ ഇസ്ലാം എന്ത് ചെയ്തു? അതിനെ അവൻ പൊളിച്ചു കളഞ്ഞു. വലൗലം യൻതിഖ് ബിഹാദ, അവനത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ലെങ്കിലും ശരി. വലൗലം യുഖ്ബിർ അഹദൻ ലാക്കിൻ ഷക്ക്, അവൻ ആരെയും അത് അറിയിച്ചിട്ടില്ല, അവൻ്റെ ഉള്ളിലുള്ള സംശയം ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ്, അവൻ സംശയിക്കുക മാത്രമാണ് ചെയ്തത് എങ്കിലും എന്താണ്, അതുകൊണ്ട് കുഫർ സംഭവിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷേഖ് പറയുന്നുണ്ട്, വൻതബിഹു യാ ഇഖ്വ, അല്ലയോ സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹാദ ഷക്കു ഗൈറുൽ വസ്വസ, ഈ ഷക്ക് എന്ന് പറയുന്നത് കേവലം ഉണ്ടാകുന്ന വസ്വസകളല്ല, മനസ്സിലെ ചില തോന്നലുകൾക്കല്ല ഷക്ക് എന്ന് പറയുന്നത്. അഷക്കു അമലുൻ ഖൽബിയുൻ മിനൽ ഇൻസാൻ, ഷക്ക് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ തന്നെ പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ഒരു അമലാണ്, പ്രവൃത്തിയാണെന്ത് ഷക്ക്. വസ്വാസ് എന്ന് പറഞ്ഞാൽ അതല്ല. വൽ വസ്വസതു ഈഖാഉ ഷൈഇൻ ഫിൽ ഖൽബി മിനശ് ശൈത്വാൻ, ഷൈത്വാൻ ഒരാളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ചില കാര്യങ്ങളാണെന്ത് വസ്വാസ്. മറ്റത് ഹൃദയത്തിൻ്റെ തന്നെ അമലാണ്. അൽ വസ്വസതു ഷൈഉൻ മിൻ ഖാരിജ്, വസ്വാസ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഉള്ളിലേക്ക് വരുന്ന ഒന്നാണ്. വശക്കു അമലുൻ ഖൽബിയുൻ, എന്നാൽ ഷക്ക് എന്തല്ല, പുറത്തു നിന്ന് ആരെങ്കിലും ഇട്ട് കൊടുക്കണതല്ല, അത് അവൻ്റെ ഉള്ളിലുള്ളതായ ഖൽബിൻ്റെ അമലാണ്, പ്രവൃത്തിയാണ്. വശക്കു യഖ്തഉൽ യഖീൻ, ഷക്ക് എന്താണ് ചെയ്യുക? സംശയം എന്ന് പറഞ്ഞത് യഖീനിനെ ഇല്ലാതെയാക്കി കളയും. ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണെന്ത്? ദൃഢമായ വിശ്വാസം. യഖീനിനെ ഇല്ലാതെയാക്കി കളയുന്ന ഷക്ക് വന്നാൽ പിന്നെ എന്തുണ്ടാവില്ല? യഖീൻ ഉണ്ടാവില്ല. വൽ വസ്വസത്തു, എന്നാൽ വസ്വാസ് എന്താണ് ഉണ്ടാക്കുന്നത്? തുഗത്തുൽ യഖീൻ, അത് യഖീനിനെ ഇല്ലാതെയാക്കി കളയുന്നില്ല, യഖീനിൻ്റെ മേൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു മറ സ്ഥാപിക്കുന്നേ ഉള്ളൂ, പൂർണ്ണമായും യഖീനിനെ ഇല്ലാതെയാക്കുന്നില്ല. അഷക്കു യഖ്തഉൽ യഖീൻ, എന്നാൽ സംശയം എന്ത് ചെയ്യും? യഖീനിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കും. ഒരാൾക്ക് സംശയം വന്നാൽ പിന്നെ അവിടെ എന്തില്ല? അവന് യഖീനില്ല എന്നാണ് എൻ്റെ അർത്ഥം. ലാ യബ്ഖാ യഖീനുൻ ലാ യുബ്ഖി യഖീനുൻ ലാ യബ്ഖാ യഖീനുൻ മഅ ശക്ക് ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഷക്കിനോടുകൂടെ യഖീൻ എന്ത് ചെയ്യൂല? അവശേഷിക്കൂല. അമ്മൽ വസ്വസത്തു ഫതുഗത്തിൽ യഖീൻ, എന്നാൽ വസ്വാസ് എന്ത് ചെയ്യുന്നുള്ളൂ? അത് യഖീനിനെ ഒന്നൊരു മറയിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഷേഖ് അവർകൾ അതിനൊന്ന് വിശദീകരിക്കുന്നുണ്ട്. അന ഉമത്തിലുൽ വസ്വസത ലിൽ ഇഖ്വ അൽ മുവസ്വിസീൻ ഫിൽ ഇഅ്തിഖാദി, വിശ്വാസത്തിൽ വസ്വാസ് ബാധിച്ചിരിക്കുന്നതായ സഹോദരങ്ങൾക്ക് വസ്വാസിനെ ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ഉപമിച്ച് നൽകാം. ബിസ്സുഹുബി ഫിൻ നഹാർ, പകലിൽ എന്ത് ചെയ്യുന്നു? മേഘം ആകാശത്ത് ആകാശം മേഘാവൃതമാകുന്നത് പോലെയാണത്. തുഗത്തി ഷംസ അനിൻ നാദിർ, ഈ മേഘം എന്ത് ചെയ്യും? സൂര്യനിലേക്ക് നോക്കുന്ന ഒരാളുടെ കാഴ്ചയെ എന്ത് ചെയ്യുന്നു? മറച്ചു കളയുന്നു. ലാക്കിൻ അഷംസ മൗജൂദ, പക്ഷെ എന്തുണ്ട്? സൂര്യൻ അവിടെ തന്നെയുണ്ട്. സൂര്യൻ ഇല്ലാതെയാക്കി കളഞ്ഞിട്ടുണ്ടോ? ഇല്ല, സൂര്യൻ അവിടെ തന്നെയുണ്ട്, അതിനെ കേവലം ഒന്ന് മറച്ചു വെച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഫൽ വസാവിസുല്ലത്തി തഖഉ ലിബഅദി الناس ഫിൽ ഇഅ്തിഖാദ്, ചില ആളുകളുടെ വിശ്വാസത്തിൽ ഉണ്ടാകുന്നതായ എന്ത് വസ്വാസുകൾ, അവരുടെ മനസ്സിൽ ബാധിക്കുന്നതായ ഈ വിശ്വാസത്തിലുണ്ടാകുന്ന വസ്വാസുകൾ, ഫില്ലാഹി അസ്സ വജൽ, ഒന്നുകിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഫിൽ അഹ്കാം, ഏതെങ്കിലും വിധികളിൽ. ഹാദിഹി മാ തഖ്തഉൽ യഖീൻ, ഇതെന്ത് ചെയ്യുന്നില്ല? ഈ സൂര്യനെ മറയ്ക്കുന്ന സഹാബിനെ പോലെ, മേഘത്തെ പോലെ എന്ത് ചെയ്യുന്നു? അവൻ്റെ യഖീൻ എന്ത് ചെയ്യുന്നുള്ളൂ? മറക്കുന്നേ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് മുറിച്ചു കളയുന്നില്ല. അൽ യഖീനു മൗജൂദുൻ, അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? യഖീനുണ്ട്. വലിദാലിക ഹുവ യഖാഫു മിൻ ഹാദാ ഖൗഫൻ ശദീദൻ, യഖീൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തോന്നലുകൾ വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യണത്? പേടിക്കണത്. ഇവൻ ഇങ്ങനെ ഏതെങ്കിലും തോന്നലുകൾ ശൈത്വാൻ ഇട്ട് കൊടുത്താൽ ഇവൻ്റെ മനസ്സിലൊന്നുണ്ടാവും, പെട്ടെന്ന് പേടിയുണ്ടാവും. അല്ലാഹുവേ, ഇത് എന്താണ്? കുഴപ്പമാണല്ലോ, ഇത് പൈശാചികമായ വസ്വാസാണല്ലോ, ഇതെനിക്കുണ്ടാകരുതല്ലോ എന്ന് പേടിയുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇവൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഖീൻ അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവനെന്തുണ്ടാവില്ല? പേടി ഉണ്ടാവില്ല.
അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? അതിനെ ശക്തമായി പേടിക്കുകയും അതിനെ എന്ത് ചെയ്യുന്നു? നിരാകരിക്കുകയും ചെയ്യുന്നു. തുഗത്തിൽ യഖീന ഇദസ്തസ്ലമ ലിൽ വസ്വാസ്. ഇങ്ങനെയുള്ള വസ്വാസുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? യഖീനിനെ അതൊന്നിങ്ങനെ മറയിടാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ യഖീൻ എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. ഇതാണ് വസ്വാസും യഖീനും തമ്മിലുള്ളതായ വ്യത്യാസം. അതുകൊണ്ട് ഫലാ തഖ്ലിതു ബൈന ശക്കിൽ ലദീ ഹുവ അമലുൽ ഖൽബി വബൈനൽ വസ്വാസിൽ ലദീ യൂഖിഉഹു ശൈത്താനു വഹുവ മിൻ അമലി ശൈത്താൻ. അതുകൊണ്ട് ഈ വസ്വാസിൻ്റെയും യഖീനിൻ്റെയും അതിന് രണ്ടിനെയും എന്ത് ചെയ്യരുത്? കൂട്ടിക്കലർത്തരുത്. യഖീൻ എന്നുള്ളത് എന്താണ്? ശക്ക് എന്നുള്ളത്, സംശയം എന്നുള്ളത് എന്താണ്? അത് ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണ്. വസ്വാസ് എന്നുള്ളത് എന്താണ്? ശൈത്വാനിൻ്റെ പ്രവൃത്തിയാണ്. അതെന്ത് ചെയ്യുന്നു? ശൈത്വാൻ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന ശൈത്വാൻ്റെ പ്രവൃത്തിയാണ്. ശക്ക് എന്നുള്ളത് എന്താണ്? സ്വന്തം ഹൃദയത്തിൻ്റെ പ്രവൃത്തിയുമാണ്. വലൈസ മിൻ അമലിൽ ഇൻസാൻ. വസ്വാസ് എന്നുള്ളത് എന്തല്ല? മനുഷ്യൻ്റെ അമലല്ല എന്നുള്ളതാണ്. വൽ ഇല്ലത്തു ഫീ തക്ഫീരി മൻ ശക്ക ഫീ കുഫ്രി മൻ കഫറഹുല്ലാഹ് ഔ കഫറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? മല്ലം യുക്കഫിരിൽ മുശ്രിക്ക്, മുശ്രിക്കീങ്ങളെ കാഫറാക്കാത്തവർ എന്തുകൊണ്ടാണ് അവർ കാഫറാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞു. കാരണം അവർ ഖുർആനെയും ഹദീസിനെയും എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു, കളവാക്കുന്നു എന്നുള്ള കാരണത്താൽ. അതേപോലെ തന്നെ സംശയം വെച്ച് പുലർത്തുന്നവരും അള്ളാഹുവും റസൂലും കാഫിറാക്കിയവരുടെ കാര്യത്തിൽ അവരുടെ കുഫറിൽ സംശയം വെക്കുന്നവർ കാഫിറുകളാണ് എന്നുള്ളതിനുള്ള കാരണം എന്താണ്? അതും ഇത് തന്നെ. ഹിയൽ അല്ലത്തു സാബിഖ, നേരത്തെ പറഞ്ഞ അതേ കാരണമാണ്. അന്നഹു കദ്ദബൽ ഖുർആൻ വറദ്ദ ഖബറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യക്ഫിർ ബിത്താഗൂത്ത്. ഖുർആനെ അവൻ എന്ത് ചെയ്യുന്നു? കളവാക്കുന്നു. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെ പറയുന്ന ആൾക്കാരാണ് കുഫാറുകളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിധി ഇവൻ എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല, അതിനെ തള്ളിക്കളയുകയാണ്. താഗൂത്തിനെ ഇവൻ എന്ത് ചെയ്യുന്നില്ല? നിഷേധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? ഇവനിലും കുഫർ സംഭവിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ള പറഞ്ഞു, ഖാല സുഹ്നൂൻ മിൻ അസ്ഹാബി മാലിക്. ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ശിഷ്യന്മാരിൽപ്പെട്ട സുഹ്നൂൻ അവർ പറഞ്ഞു, അജ്മഅൽ ഉലമ, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. ഉലമാക്കളുടെ ഏകോപനം ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ദലീലാണ്, തെളിവാണ്. അപ്പോൾ അജ്മഅൽ ഉലമാഉ, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുകയാണ് അലാ അന്ന ഷാതിമർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിർ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവനാരാണ്? കാഫിറാണ് എന്നുള്ളതിൽ ഉലമാക്കൾക്ക് ഏകോപനമുണ്ട്. വഹുക്മുഹു ഇൻദൽ അഇമ്മത്തി അൽ ഖത്ൽ, അഇമ്മത്തുകളുടെ അടുക്കൽ അവനുള്ളതായ വിധി അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചവൻ എന്ത് ചെയ്യണം? വധിക്കണം എന്നുള്ളതാണ് അഇമ്മത്തിൻ്റെ അടുക്കലുള്ളതായ വിധി. ഇമാം അവരെന്ത് ചെയ്തിരിക്കണം? ഇസ്ലാമിക ഭരണാധികാരി അവനെന്ത് ചെയ്യണം? വധിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം സുഹ്നൂൻ പറയുകയാണ്, വമൻ ശക്ക ഫീ കുഫ്രിഹി കഫർ, അവൻ കാഫിറാണെന്നുള്ളതിൽ ആരെങ്കിലും സംശയം വച്ചാൽ അവനും എന്താണ്? കാഫിറാണ് എന്നുള്ളതിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. വഹാദ വജ്ഹു ഷാഹിദ്, ഇതാണെന്ത്? വമൻ ശക്ക ഫീ കുഫ്രിഹി കഫർ, ഇതാണ് നമുക്കുള്ള തെളിവ്. ഫമൻ ശക്ക ഫീ കുഫ്രി മൻ ഉലിമ കുഫ്റുഹു, കുഫ്ർ കൊണ്ട് അറിയപ്പെട്ട ഒരാളുടെ കുഫറിൽ ഒരാൾ സംശയിച്ചാൽ ഫഹുവ കാഫിറുൻ ബി ഇജ്മാഇൽ ഉലമ, ഉലമാക്കളുടെ ഏകോപിച്ച അഭിപ്രായമാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? കാഫിറായിരിക്കും. ശേഷം വരും, ആ വിഷയം വരുന്നുണ്ട്. ഇതിപ്പോൾ പറഞ്ഞത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറഞ്ഞ ആൾ അവൻ കാഫിറാണ്. അവൻ കാഫിറാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവനെന്താണ്? ഇപ്പോൾ ഇതെന്നെ സംശയിച്ചു. അതെ, അല്ല, ഇതിപ്പോൾ പൊതുവായിട്ടുള്ള നിയമമാണ് പറയണത്, ശരിയല്ലേ? അതായത് എന്താണ്? ആരെങ്കിലും എന്ത് ചെയ്താൽ ഇപ്പോൾ ഷക്ക് വച്ച് കഴിഞ്ഞാൽ അവനിൽ കുഫർ സംഭവിക്കും. ഷക്ക് ഈമാനിന് പൂർണ്ണമായും എന്താണ്? എതിരാണ്. ഈമാനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. അള്ളാഹു അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇത് ആരെ കാഫിറാക്കിയില്ലെങ്കിലാണ് എന്നുള്ളത് വിശേഷം വരും, ശരിയല്ലേ? ഇപ്പോൾ എന്താണ് ഇവിടെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാഫിറാണെന്ന് പറഞ്ഞവരെ കുറിച്ചാണ് പറഞ്ഞത്. അവർ എന്ത് ചെയ്തിരിക്കുന്നു? അത് ഖണ്ഡിതമായിട്ട് അവർ കാഫിറാണ് എന്നുള്ളത് നസ്സാണ്. അങ്ങനെയുള്ള ഒരാൾ കാഫിറല്ല എന്നെന്ത് ചെയ്താൽ
ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ സംശയം വെച്ചു, എന്നാൽ അത് മുഖേന എന്ത് ചെയ്യും? കുഫർ സംഭവിക്കും. നിങ്ങളുടെ സംശയം ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇജ്മാ ഉണ്ട്. സംശയം വന്നാൽ എന്തായി? അവരുടെ കുഫറിൽ സംശയം വെച്ചാൽ എന്താകും? വഖാല ഇമാം സുഫിയാൻ ബിൻ ഉയൈന റഹ്മഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. മൻ ഖാല മഖ്ലൂഖുൻ ഫഹുവ കാഫിർ, ഖുർആൻ മഖ്ലൂഖാണെന്ന് പറഞ്ഞാൽ അവനെന്താണ്? സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല. സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? കാഫിറാണ്. വമൻ ശക്ക ഫീ കുഫ്രിഹി ഫഹുവ കാഫിർ, ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്നുള്ളതിൽ ആരെങ്കിലും സംശയിച്ചാൽ അവനും ആരാണ്? കാഫിറാണ്. എന്താണ്? വഖാല അർ-റാസിയാനി അബൂ ഹാത്തിം വ അബൂ സർഅ, ഇമാം അബൂ ഹാത്തിം അർ-റാസി അതേപോലെ അബൂ ഹാത്തിം അർ-റാസി, അബൂ സർഅ അർ-റാസി, ഇവർ രണ്ടുപേരും അവർ പറഞ്ഞു, വഹുമാ യതഹദ്ദസാനി അൻ മദാഹിബി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തെ സംബന്ധിച്ച് അവർ സംസാരിക്കുകയാണ്. വമാ അദ്റക അലൈഹി ജമീഅൽ ഉലമാഇ ഫീ ജമീഇൽ അംസാരി ഹിജാസൻ വ ഇറാഖൻ വ ഷാമൻ വ യമനൻ, ഹിജാസിൽ മക്ക മദീന, അതേപോലെ ഇറാഖ്, ഷാം, യമൻ ഇവിടങ്ങളിലെല്ലാം ഉള്ളതായ ഉലമാക്കൾ മുഴുവനും, അവരെ മുഴുവനും ഇവരെങ്ങനെയാണോ കണ്ടത് അതിനെ സംബന്ധിച്ച് പറയുകയാണ് അവർ. ഖാലു, അവർ പറഞ്ഞു, അവരെല്ലാവരും പറയുന്നു, ഫക്കാന മദ്ഹബുഹും, അവരുടെ മദ്ഹബ്, അൽ ഈമാനു ഖൗലുൻ വ അമലുൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വാക്കും പ്രവൃത്തിയും കൂടിച്ചേർന്നതാണ്. യസീദു വ യൻഖുസ്, കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതാണ് അവരുടെ എല്ലാം അഭിപ്രായത്തിൽ എന്ത്? ഈമാൻ എന്നത്. വൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഗൈറു മഖ്ലൂഖിൻ, അതെന്തല്ല? സൃഷ്ടിയല്ല, അത് സൃഷ്ടിയല്ലാത്തതാകുന്നു. വമൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖുൻ, ആരെങ്കിലും ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ചാൽ ഫഹുവ കാഫിറുൻ ബില്ലാഹിൽ അദീം, അവർ എന്ത് ചെയ്തിരിക്കുന്നു? മഹാനായ മഹത്വമുള്ളതായ അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചിരിക്കുന്നു. കുഫ്റൻ യൻഖുലു അനിൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയുന്ന രീതിയിലുള്ള കുഫർ. വമൻ ശക്ക ഫീ കുഫ്രിഹി മിമ്മൻ യഫ്ഹം ഫഹുവ കാഫിർ, അവൻ്റെ കുഫറിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ഒരാൾ അവൻ കാഫിറാണെന്നുള്ളതിൽ സംശയിച്ചാൽ തന്നെ എന്താണ്? അവൻ കാഫിറാണ്. ശക്ക കൊണ്ടുണ്ടാവും കുഫർ സംഭവിക്കുന്നു എന്നുള്ളത് ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനെ നിഷേധിക്കലാണ്, സുന്നത്തിനെ നിഷേധിക്കലാണ്, അതേപോലെ തന്നെ ഇജ്മാ ഉണ്ട്. അവിടെ ഇങ്ങനെ സംശയം വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളത്. വൽ മഖ്സൂദു ഹുനാ ബയാനു ഇജ്മാഇ അൽ ഉലമ, ഉലമാക്കളുടെ ഇജ്മാ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, വിശദീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് ഉദ്ധരണിയിലും, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെയും അതേപോലെ തന്നെ സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുള്ളയുടെയും. അതായത് അല അന്ന മൻ ശക്ക ഫീ കുഫ്രി മൻ ഉലിമ കുഫ്റുഹു, കുഫ്ർ കൊണ്ട് അറിയപ്പെട്ട ഒരാളുടെ കുഫ്റിൽ ആരെങ്കിലും സംശയം വെച്ച് പുലർത്തിയാൽ അന്നഹു യൻഖുദു ഇസ്ലാമ, അവൻ്റെ ഇസ്ലാമിനെ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കി കളയും, മുറിച്ചു കളയും. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേത് വൽ അംറു സാലിസ് വഹുവ അദ്ഹാ വ അമർ, അത് കൂടുതൽ ഭയാനകമാണ്, കൈപ്പേറിയതാണ്. മൻ സ്വഹഹ മദ്ഹബഹു, അവരുടെ മദ്ഹബിനെ, മാർഗങ്ങളെ ആരെങ്കിലും ശരിപ്പെടുത്തിയാൽ, അത് ശരിയാണെന്ന് പറഞ്ഞാൽ, വലം യുബ്തിൽഹു അസ്വലൻ, അത് എന്താണ്? അടിസ്ഥാനപരമായി അത് ബാത്തുലാണെന്ന് വിശ്വസിക്കുന്നില്ല. കുഫാറുകളുടെ മാർഗങ്ങൾ അതും ശരിയാണ് എന്നൊരാൾ പറയാണ്. യാനി ലാഹിദു യാ ഇഖ്വ, അതായത് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഒന്നാമത് പറഞ്ഞത് ഫിൽ ഹുക്കുമി അലൈഹിം, അവരുടെ മേലുള്ള ഒരു വിധിയാണ്. മൻ ലം യുകഫിരിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ കാഫിറാക്കാത്തവൻ അവൻ കാഫിറാണെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളെ കാഫിറാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമതും വസ്താനി ഫിൽ ഹുക്കുമി അലൈഹിം, രണ്ടാമത്തേതും അവരുടെ മേലുള്ള ഹുക്കുമാണ്, അവരുടെ കുഫറിന്റെ മേൽ സംശയം വെച്ച് പുലർത്തി. മൂന്നാമത് പറഞ്ഞ ഫിൽ ഹുക്കുമി അല മദ്ഹബിയും, അവരുടെ മദ്ഹബിനെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വിധി പറയുന്നത്. അപ്പോൾ അല അഫ്ആലിയും, അവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, അത് ശരിയാണെന്നാണ് പറയുന്നത്. അവർ കാഫിറാണോ കാഫിറല്ല എന്ന് പറഞ്ഞു, അതല്ല ഇവിടെ പ്രശ്നം. അല്ലെങ്കിൽ അവരുടെ കുഫറിൻ്റെ കാര്യത്തിൽ സംശയിച്ചു, അതല്ല പ്രശ്നം. പിന്നെയോ അവരുടെ വഴിയും ശരിയാണ് എന്നൊരാൾ എന്ത് ചെയ്യാണ്? പറയുകയാണ്. അതാണ്. അതുകൊണ്ട് ഇത് കൂടുതൽ എന്താണ്? ഭയാനകമാണ്, കൈപ്പേറിയതാണ്. കുല്ലു മൻ ഖാൽ, ഏതൊരാൾ പറഞ്ഞാലും ഇന്ന മദ്ഹബൽ കുഫാർ, കുഫാറുകളുടെ മാർഗം, ഔ ബഅദ മദ്ഹബിഹിം, അല്ലെങ്കിൽ അവരുടെ
മാർഗങ്ങളിൽ ചിലത്, ഔ മദ്ഹബ ബഅദിഹിം അല്ലെങ്കിൽ അവരിൽ ചിലരുടെ മാർഗങ്ങൾ, ഔ ബഅദ മദ്ഹബി ബഅദിഹിം അല്ലെങ്കിൽ അവരിൽ ചിലരുടെ മാർഗത്തിൽ ചിലത് സഹീഹുൻ അത് ശരിയാണ് എന്നൊരാൾ പറഞ്ഞു. കുഫാറുകളുടെ മാർഗങ്ങൾ, അത് അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രം ഏതെങ്കിലും, ഇതും ശരിയായ വഴിയാണ് എന്നൊരാൾ എന്ത് ചെയ്താൽ പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ നഖദ ഇസ്ലാം, അവൻ എന്താണ്? കാഫിറാണ്, അവൻ്റെ ഇസ്ലാം എന്ത് ചെയ്തു? അവൻ മുറിച്ചു. എന്താണ് കാരണം? വമൻ ഖാല കുല്ലുൻ യഅ്ബുദുല്ലാഹ അലാ ത്വരീഖതി, ഒരാൾ പറയാണ് എല്ലാവരും അവരവരുടെ മാർഗത്തിൽ ആരാധിക്കുന്നത് ആരെ തന്നെയാണ്? പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ തന്നെയാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് അല്ലേ? ചില ഇസ്ലാമിക പ്രബോധകർ എന്ന് പറയുന്നവർ എന്ത് ചെയ്യും, അങ്ങനെ പറയുന്നത് കാണാം. ചിലപ്പോൾ ചില ഈ പൊതുവായിട്ടുള്ള സമ്മേളനങ്ങൾക്ക് പോയിട്ട് അങ്ങനെ വളരെ എന്ത് ചെയ്യും, ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്ന ധാരാളം കണക്കിന് ആൾക്കാർ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ആരാധിക്കുന്നത് എന്താണ്? പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ തന്നെയാണ്, എല്ലാം ശരിയാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ വൽ ജന്നതു അർദുഹ അസ്സമാവാതു വൽ അർദ്, സ്വർഗത്തിൻ്റെ അതിൻ്റെ അർദ്, അതിൻ്റെ വീതി തന്നെ എന്താണ്? ആകാശഭൂമികളോളം വലുപ്പമുള്ളതാണ്. അതുകൊണ്ട് ഫഹിയ തസഉൽ ജമീ, എല്ലാവരും എന്ത് ചെയ്യും? ഉൾക്കൊള്ളാൻ പ്രാപ്തമാണെന്ത്? സ്വർഗം. ഫഹുവ കാഫിർ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെന്താണ്? കാഫിറാണ്. മൻ ഖാൽ, ആരെങ്കിലും പറയാണ് കുല്ലു മൻ തഖറബ ഇലാ മൻ യദുന്നുഹു ഇലാഹൻ ബിഹസ്ബി ഇൽമിഹി, എല്ലാ ഓരോ ആളുകളും അവരവരുടെ ഇൽമുകൾക്കനുസൃതമായി കൊണ്ട് ഏതെങ്കിലും ഒരു ആരാധ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ആരാധനകൾ അർപ്പിക്കുന്നുണ്ട് എങ്കിൽ ഫഹുവ അലാ ഖൈരിൻ, അവൻ നന്മയിലാണ് എന്നാരെങ്കിലും ഒരാൾ പറഞ്ഞാൽ വൽ ജന്നത്തു തസഉൽ ജമീ, സ്വർഗം എല്ലാവർക്കും എന്താണ്? വിശാലമായതാണ് എന്ന് പറഞ്ഞാൽ ഫഹുവ കാഫിർ, അവൻ ആരാണ്? കാഫിറാണ്. മൻ ഖാൽ, ഇനി ഒരാൾ പറയുകയാണ് അൽ അദിയാനു കുല്ലുഹാ വാഹിദ, എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് പറയുന്നത്. വയജിബു അൻ നുവഹിദൽ അദിയാൻ, മതങ്ങളെല്ലാം ഒന്ന് ഏകോപിപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഔ നുവഹിദൽ കുതുബൻ മുനസ്സല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന കിതാബുകൾ, സർവ വേദസത്യവാദം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. സർവ്വമതസത്യവാദം ആദ്യം പറഞ്ഞത്, എല്ലാ മതങ്ങളെയും ചെയ്യുക. അതുപോലെ ഇപ്പോൾ പുതിയ ഒരാൾ അറിയുന്നല്ലോ, അയാൾ പറഞ്ഞ സർവ്വവേദ സത്യവാദം എന്നാണ് പറയുന്നത്. എല്ലാ വേദങ്ങളും എന്താണ്? സത്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലനിൽക്കുന്ന എല്ലാ വേദങ്ങളും തന്നെയാണ്. ആ വേദങ്ങളിൽ ഏതെങ്കിലും, എല്ലാ വേദങ്ങളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അതായത് എല്ലാ കിതാബുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നിലനിൽക്കുന്നത് എന്തല്ല? പരിശുദ്ധ ഖുർആൻ ആണ് ശരിയായ വിധം നിലനിൽക്കുന്നത്. തൗറാത്തും ഇഞ്ചീലും സബൂറും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റേതായ രീതിയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സ്ഥിരപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റത്തിരുത്തലുകൾ വരുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതനുസരിച്ചല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? എല്ലാ വേദങ്ങളും അത് സത്യം തന്നെയാണ് നിലവിലുള്ളത്, അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്ന് ഏകോപിപ്പിക്കേണ്ടതുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഖദ് നഖദ ഇസ്ലാം, അവൻ്റെ ഇസ്ലാമിനെ അവൻ എന്ത് ചെയ്തു? മുറിച്ചു. ലിഅന്ന മൻ ഖാല ബിവഹദത്തിൽ അദിയാൻ, കാരണം ഏതൊരാളാണോ ഇങ്ങനെ വഹദത്തുൽ അദിയാൻ, സർവ്വമത സത്യവാദവുമായിട്ട് വരുന്നത്, ഫഖദ് സഹഹ മദാഹിബ അഹ്ലിൽ കുഫർ, അവൻ കുഫറിൻ്റെ ആളുകളുടെ മദ്ഹബിന് എന്ത് ചെയ്തവനാണ്? അത് ശരിയാ, കുഫാറുകൾ ശരിയാണ് എന്ന് പറഞ്ഞവനാണ്. ലിഅന്നഹു ലാ യുംകിനുൽ വഹദ ബൈന ബാത്തിലിൻ വഹഖിൻ, ബാത്തിലും ഹക്കും ഒരിക്കലും എന്താവില്ല, ഒന്നാവുക എന്നുള്ളത് സാധ്യമേ അല്ലാത്ത കാര്യമാണ്. വലിദാലിക മിനൽ ഉമൂരിൽ ഖതീറതി ഫീ സമാനിന, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാലത്ത് കണ്ടുവരുന്ന വളരെ അപകടം പിടിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് അദ്ദഅവതു ഇലാ വഹദത്തിൽ അദിയാൻ, സർവ്വമത സത്യവാദത്തിലേക്കുള്ളതായ ആളുകളുടെ പ്രബോധനം. അതേപോലെ വജഅലിൽ അദിയാനി വാഹിദ, മതമൊക്കെ എന്ത് ചെയ്യുക? ഒന്നാക്കി തീർക്കുക എന്നുള്ളതായ ഒരു പ്രബോധനം. അമ്മ ഹിവാറുൽ അദിയാനി ഫഹാദ ഷൈഉൻ ആഖർ, അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മതങ്ങൾ തമ്മിൽ ഏതെങ്കിലും സംഭാഷണങ്ങൾ നടത്തിയാൽ അതല്ല ഇതുകൊണ്ട് ഉദ്ദേശം. മതങ്ങൾ തമ്മിലുള്ളതായ സംഭാഷണങ്ങൾ ഫഹാദ ഷൈഉൻ ആഖർ, അത് വേറൊരു കാര്യമാണ്. അതിൻ്റെ വിധി ഫീഹി തഫ്സീലും വിശദമായിട്ട് പറയേണ്ടതുമാണ്. ഫഇൻ കാന ഹിവാറുൽ അദിയാനി ലിൽ വുസൂൽ ഇലാ നുഖ്ത, ഇങ്ങനെ മതങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുന്നത്
എന്തിനു വേണ്ടിയിട്ടാണ്? ലിൽ വുസൂലി ഇലാ നുഖ്ത, ഒരൊറ്റ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഏതാണ് ആ ഒറ്റ പോയിന്റ്? തജ്തമിഉ അലൈഹൽ അദിയാനു ഫിദ്ദിയാന, അതിൽ എല്ലാ മതത്തിൻ്റെ ആളുകളും അള്ളാഹുവിനുള്ള അർപ്പിക്കപ്പെടുന്ന ഇബാദത്ത് അത് കേന്ദ്രീക ഏകോപിപ്പിക്കുക, എല്ലാവരും ഒന്നുപോലെ പോവുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യമെങ്കിൽ, അതേപോലെ വതൗഹീദിൽ അദിയാൻ, മതങ്ങളെല്ലാം എന്തിയിലാണ്? ഒന്നാക്കലാണ്, സർവമത സത്യവാദമാണ് എങ്കിൽ ഫഹാദാ മിഥ്ലു വഹ്ദത്തിൽ അദിയാൻ, അത് സർവമത സത്യവാദം പോലെ തന്നെ എന്താണ്? പാടില്ലാത്തതാണ് ഈ സംഭാഷണങ്ങൾ. എന്നാൽ വഇൻ കാനൽ ഹിവാറു ബൈന അത്ബാഇൽ അദിയാൻ, വ്യത്യസ്ത മതങ്ങളുടെ അനുയായികൾ തമ്മിൽ സംഭാഷണം നടത്തുന്നതിൽ ഈ ബയാനിൽ ഹഖ്, സത്യം എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്, വറദ്ദിൽ ബാത്തിലി, അതേപോലെ ബിൽ ഹുജജി, തെളിവുകൾ കൊണ്ട് ബാത്തിലിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ്, റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വകുല്ലുൻ യുദ്ലി ബിമാ ഇൻദഹു, ഓരോ ആളുകളും അവരവരുടെ അടുക്കലുള്ള സത്യം ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നു. എന്നാൽ ഫഹാദാ മഷ്റൂ, അതെന്താണ്? അനുവദിക്കപ്പെട്ട കാര്യമാണ്, നിയമമാക്കപ്പെട്ടതാണ്. വമത്ലൂബുൽ ലിബയാനിൽ ഹഖ്, സത്യം വിശദീകരിക്കുക എന്നുള്ള അർത്ഥത്തിൽ അത് തേടപ്പെടുന്ന ഒരു കാര്യവുമാണ്. അത് അതിനർഹരായ ആളുകൾക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാവുന്നതാണ്. എന്നാൽ അതേപോലെ അമ്മൽ ഹിവാറു ലിനസ്ല ഇലാ വഹ്ദത്തിൻ ദീനിയത്തിൻ, എന്നാൽ എന്ത് ചെയ്യുന്ന എന്താണ്? ഒരു സർവമത സത്യവാദം എന്നുള്ള അർത്ഥത്തിൽ എല്ലാത്തിനെയും ഒന്നാക്കുക എന്നുള്ള പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങൾ, വൽ ഇയാദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അത് കുഫ്റുൻ, അതെന്താണ്? കുഫ്റാണ്. വനഖ്ദുൽ ലിദീനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. വമൻ സ്വഹഹ, ഒരു കാര്യം കൂടെ ഉണ്ട്, വഇൻ കാനൽ ഹിവാറു ബൈന അത്ബാഇൽ അദിയാനി, ഇനി ഇങ്ങനെ വ്യത്യസ്ത മതങ്ങളുടെ അനുയായികൾ തമ്മിൽ ഹിവാറുകൾ, ഈ സംഭാഷണങ്ങൾ നടത്തുന്നത് ലിദഫ്ഇൽ ഫസാദി അൻ അഹ്ലിൽ അർദി, ഭൂമിയിൽ നിന്ന് ഫസാദിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും വലിയൊരു നാശം ചെയ്തിട്ടുണ്ട്, ഒരു സമൂഹത്തിന് ഒന്നടങ്കം ബാധിച്ചിട്ടുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പരസ്പരം ഇരുന്ന് നീണത്, സംസാരിക്കുന്നത്. വദഫ്ഇൽ ജറായിം, ഏതെങ്കിലും വലിയ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖാവമത്തി അഹ്ലി ഷുദൂദി, അഹ്ലു ഷുദൂദിനെ, അതായത് എന്താണ്? സമൂഹത്തിന് ഒന്നടങ്കം അപകടം വരുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ക്രിമിനലുകൾ, എന്താണ്, ഒറ്റപ്പെട്ട സംഘങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അക്രമവുമായി അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഫഹാദ ഇബൽ മുസ്ലിം, അതും ഇതില്ലാത്തതാണ്, കുഴപ്പമില്ലാത്ത ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ എന്താണ്? നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ സർവമത സത്യവാദം എന്നുള്ള അർത്ഥത്തിലുള്ളതായ സംഭാഷണങ്ങളാണ് എന്തില്ല, ഇത് പാടില്ലാത്തതാണ്, ഇസ്ലാമിന് പൊളിച്ചു കളയുന്നതാണ്. വമൻ സ്വഹഹ മദ്ഹബൽ കുഫാരി, അപ്പോൾ ആരെങ്കിലും കുഫാറുകളുടെ മാർഗം ശരിയാണ് ശരിപ്പെടുത്തിയാൽ, അവ അത്തഖദ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു, അന്ന മിനൽ ഇസ്ലാമില്ലദീ റളിയഹുല്ലാഹു ദീന, അല്ലെങ്കിൽ എന്താണ്? അന്നഹു മിനൽ ഇസ്ലാമില്ലദീ റളിയഹുല്ലാഹു ദീന, അള്ളാഹു ദീനായിട്ട് തൃപ്തിപ്പെട്ടവകളിൽ പെട്ടതുമാണെന്ത് അതും എന്നൊരാൾ വിശ്വസിച്ചു. എന്നാൽ ഫഹുവ കാഫിറുൻ, അവനെന്താണ്? കാഫിറാണ്. ലിഅന്നഹു മുകദ്ദിബുൻ ലിൽ ഖുർആനി വസ്സുന്ന, ഇതിനും കാരണം എന്താണ്? അവർ ഖുർആനെയും സുന്നത്തിനെയും എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു, കളവാക്കുന്നു. മുകദ്ദിബുൻ ലിഖൗലില്ല, അള്ളാഹുവിൻ്റെ വാക്യത്തെ അവൻ നിരാകരിക്കുന്നു. ഏതാണത്? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ദീനായി ഇസ്ലാമല്ലാത്ത ഒന്നിനെ ഒരാൾ തേടിപ്പോയാൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ എന്ത് ചെയ്യില്ല? സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, ആഖിറത്തിൽ അവൻ എന്ത് ചെയ്യും? നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാക്യത്തെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കുന്നുണ്ട് എന്നുള്ള കാരണത്താലാണ് അവൻ എന്ത് ചെയ്യുന്നത്? കുഫർ സംഭവിക്കുന്നത്. വയംബഗി അയ്യു അലം, മനസ്സിലാക്കൽ അനിവാര്യമാണ്. അയ്യുഹൽ ഫുദല, അല്ലയോ ശ്രേഷ്ഠരായ ആളുകളെ, അന്നഹാദന്നാഖിള മുതഅല്ലിഖുൻ ബിമൻ, അതാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം. അല്ലയോ സഹോദരങ്ങളെ, മനസ്സിലാക്കൽ അനിവാര്യമാണ്. എന്താണ്? അന്നഹാദന്നാഖിൾ, ഈ പറയുന്ന നാഖിദ്, അതായത് മല്ലം യുകഫിരിൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫർ ഇജ്മാ, ആരെങ്കിലും മുശ്രിക്കീങ്ങളെ കാഫിറാക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളുടെ കുഫറിൽ ആരെങ്കിലും സംശയം വെച്ച് പുലർത്തിയാൽ, അല്ലെങ്കിൽ അവരുടെ മാർഗവും ശരിയാണെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണെന്നാണല്ലോ പറഞ്ഞത്. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ആര് കാഫിറാണെന്ന് വിശ്വസിച്ചില്ലെങ്കിലാണ് പ്രശ്നം?
ഞാൻ മുസ്ലിമാണെന്ന് വാദിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾ അവർ കാഫറാണ്, അവരേതെങ്കിലും അബദ്ധങ്ങളിൽ പെട്ടാൽ അത് മുഖേന അവരെ കാഫർ, അതാണ് പറയണത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഷേഖ് പറയാണ് അന്ന ഹാദൻ നാഖിദ്, ഈ നാഖിദ് മുതഅല്ലിഖുൻ ബിമൻ അജ്മഅൽ ഉലമാഉ അലാ അന്നഹു കാഫിർ. ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാൾ കാഫിറാണെന്ന് ഏകോപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇത് ഒന്നുകൂടി ചില ഉലമാക്കൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് എന്താണ്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ദാ ഫിർഔൻ കാഫിറാണ്, അബൂലഹബ് കാഫിറാണ്, അല്ലെങ്കിൽ നൂഹ് അലൈഹിസ്സലാമിൻ്റെ മക്കള്, ഭാര്യ ലൂത്ത് അലൈഹിസ്സലാമിൻ്റേത്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവ്, ഇങ്ങനെ ഖുർആൻ എന്ത് ചെയ്തിരിക്കുന്നത്? എടുത്തു പറഞ്ഞിരിക്കുന്ന, പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ, അവരെ എന്താണ്? ഇപ്പോൾ അള്ളാഹു എന്താണ്? മൂന്നിലൊന്നാണ്, മൂന്നാമനാണ്, തൃത്വം പറഞ്ഞവർ കാഫിറാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞവൻ കാഫിറാണ്. ഇതെല്ലാം ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന കാര്യം. ഇങ്ങനെ അള്ളാഹു ഏതൊരു വിഭാഗത്തെ അല്ലെങ്കിൽ വ്യക്തിയെ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ കാഫിറാണെന്ന് ഇവൻ അംഗീകരിക്കുന്നില്ല. എന്നാൽ എന്താണ് പ്രശ്നം? അതല്ലെങ്കിൽ എന്താണ്? ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട്, ഇന്നയാൾ എന്താണ് കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ ഒരാൾ കാഫിറാക്കാൻ കൂട്ടാക്കുന്നില്ല, അതാ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഔ ദല്ലദ്ദലീലു അലാ അന്നഹു കാഫിർ, അല്ലെങ്കിൽ തെളിവറിയിക്കുന്നുണ്ട്, ഇന്നത് എന്താണ്, ഇവൻ കാഫിറാണെന്നുള്ളതിലേക്ക് തെളിവുണ്ട്. മാത്രമല്ല വജ്തമഅത് ഫീഹി ശുറൂത്ത്, അവനെ കാഫിറാക്കാനുള്ള നിബന്ധനകളെല്ലാം ചെയ്തിട്ടുണ്ട്, അവനിൽ ഒത്തുവരികയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വന്തഫത് അൽ മവാനിഅ, അവനെ കാഫിറാക്കാനുള്ള തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. വലൗലം യുജ്മിഉൽ ഉലമാ വലാ കുഫ്രി, ഉലമാക്കൾ മുഴുവൻ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ കാഫിറാണെന്ന് ഇജ്മാ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും അവനെ കാഫിറാക്കാനുള്ളതായ എന്ത് ചെയ്തിട്ടുണ്ട്? ഘടകങ്ങളെല്ലാം ഏകോപിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഉലമാ ആലിമ് അവനെ കാഫിറാക്കുകയും ചെയ്ത ശേഷം വരുന്നുണ്ട്, റബ്ബാനിയായ ഏതെങ്കിലും ആലിം അവനെ കാഫിറാക്കുകയും ചെയ്തു, അതിവൻ അറിയുകയും ചെയ്തു, എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നില്ല? കാഫിറാക്കുന്നില്ല. അതാണ് ഇവിടെ വീണ്ടും പറയുന്നത്. വമൻ ഇത്തഫഖൽ ഉലമാഉ അലാ കുഫ്രി, ഒരാൾ ഉലമാക്കൾ അവൻ കാഫിറാണെന്നുള്ളതിൽ ഏകോപിച്ചിരിക്കുന്നു. സുമ്മ ജാഅ മൻ ലാ യുകഫിറു, എന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാണ് എന്താണ്? അവനെ കാഫിറാക്കൂല എന്ന് പറയുന്നു. ഉലമാക്കൾ അവൻ കാഫിറാണെന്ന് ഏകോപിച്ചതാണ്. ഔ യശുക്കു ഫീ കുഫ്രി, അല്ലെങ്കിൽ അവൻ കാഫിറാണെന്നുള്ളതിൽ ഇവൻ എന്ത് ചെയ്യുന്നു? സംശയം വയ്ക്കുന്നു. ഔ യുസഹ്ഹിഹു മദ്ഹബഹു അല്ലദീ കഫറ ബി, അല്ലെങ്കിൽ അവൻ്റെ മദ്ഹബും ശരിയാണെന്ന് എന്ത് ചെയ്യുന്നു? ഇവൻ പറയുന്നു. എന്നാൽ ഫഖദ് നഖദ ഇസ്ലാമ, അവൻ്റെ ഇസ്ലാം തീരുന്നു. വമൻ ഖാമദ് ദലീലു അലാ കുഫ്രി, അതേപോലെ തന്നെ വേറൊരാൾ. അപ്പോൾ ഒന്ന് ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട് അവൻ്റെ കാര്യം. മറ്റൊന്ന് ഒരാളുടെ മേൽ ദലീൽ സ്ഥാപിക്കപ്പെട്ടു, ഇജ്മാ ഒന്നുമില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ദലീൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വലൗ ഹുക്കിയ നിസാഉൻ, എന്നാൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി. വജ്തമഅത് ഫീഹി ശുറൂത്ത്, അവനിൽ എല്ലാ ശുറൂത്തുകളും ചെയ്തിട്ടുണ്ട്, അവൻ കാഫിറാകാൻ ഭാഗത്തിനുള്ള ശുറൂത്തുകളെല്ലാം അവനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വന്തഫത്തിൽ മവാനിഅ, തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ട്. ഫലം യുകഫിറു, എന്നിട്ടും അവനെ ഒരാൾ കാഫിറാക്കുന്നില്ല എങ്കിൽ ഫഖദ് നഖദ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ ചെയ്തു വിളിച്ചു. അമ്മാ മൻ ലം യുകഫിർ മുഅയ്യനൻ, എന്നാൽ ഒരാൾ മുഅയ്യനായ ഒരു വ്യക്തിയെ കാഫിറാക്കുന്നില്ല, ഒരു പ്രത്യേക വ്യക്തി, അവൻ കാഫിറാക്കുന്നില്ല. എന്താണ് കാരണം? ലിദന്നിഹി ഇന്തിഫാഅ ശർത്തി, അവനിൽ ഈ നിബന്ധനകൾ വന്നിട്ടില്ല എന്നാണ് ഇവൻ്റെ ധാരണ. അക്കാരണത്താൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവന് ഈ പറയുന്ന നിബന്ധനകൾ വന്നിട്ടില്ല ഉണ്ടെന്ന്. ആ വുജൂദമാനിയൻ, അല്ലെങ്കിൽ അവനെ കാഫിറാക്കുന്നതിന് തടസ്സമുണ്ടെന്നാണ് ഇവൻ്റെ ധാരണ. മഅ ഇഅ്തിഖാദിഹി അന്നൽ ഖൗല അവൽ ഫിഅല കുഫ്ർ, പക്ഷെ അവൻ വിശ്വസിക്കുന്നുണ്ട് അവൻ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ത് തന്നെയാണ്? കുഫർ തന്നെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ലിദലാലത്തിൽ അദില്ലത്തി അലാ ദാലിക്, കാരണം തെളിവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഫഹാദ ലാ യുകഫർ, അങ്ങനെ ഒരാൾ നിലപാടെടുത്താൽ അവൻ കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ എന്ത് ചെയ്യുന്നില്ല? വേറൊരാൾ കാഫിറാക്കാൻ സന്നദ്ധനാകുന്നില്ല. കാരണം അവൻ പറയുന്നത് എന്താണ്? അവനിൽ ആ ശുറൂത്തൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ നീങ്ങിയിട്ടില്ല.
അവൻ പറഞ്ഞതൊക്കെ ശരി, എന്നെ കുഫറൊക്കെയാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച് കുഫറാണ്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവൻ കാഫറാണെന്ന് ഇവൻ പറയുന്നില്ല. എന്നാൽ നമുക്ക് അവനെ കാഫറാക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് പറഞ്ഞത്. ഫഹാദാ ലാ യുകഫർ, അവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാഫറാക്കാൻ പറ്റില്ല. വലാ യുഖാലു ഇന്നഹു നഖദ ഇസ്ലാമ, അവൻ്റെ ഇസ്ലാമിന് മുറിച്ചൊന്നും തീപ്പെടില്ല, പറയപ്പെടുകയില്ല. വമിൻ ബാബി ഔല, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ പറയാൻ അർഹതപ്പെട്ടതാണ്, ഇദാ തഖദ, അവൻ വിശ്വസിക്കുന്നു, അന്നൽ മുഅയ്യന, ഒരു പ്രത്യേകമായ വ്യക്തി, ലം യർതകിബ് അൽ മുകഫിറ അസ്ലൻ, കാഫിറാക്കുന്ന ഒരു കാര്യവും അടിസ്ഥാനപരമായിട്ട് അവൻ ചെയ്തിട്ടില്ല എന്ന് ഒരാൾ വിശ്വസിക്കുകയാണ്. എന്നിട്ട് വിശ്വസിക്കുക, ഫലം യുകഫിറു, എന്നിട്ട് അവൻ ഇവനെ എന്ത് ചെയ്യുന്നില്ല, കാഫിറാക്കുന്നില്ല. ബൽ യകൂനു തക്ഫീറുഹു, എന്നാൽ ഫഇന്നഹു ലാ യുകഫർ, എന്നാൽ അവനെന്ത് ചെയ്യാൻ പറ്റില്ല, കാഫിറാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ, ഒരു പ്രത്യേകമായ വ്യക്തി, അവനെ അമ്രെന്ന് കൂട്ടിക്കാൻ ഉദാഹരണം പറഞ്ഞാൽ, അമ്ര എന്ത് ചെയ്യുന്നില്ല, അവൻ കുഫർ സംഭവിക്കുന്ന കാര്യമൊന്നും ചെയ്തില്ല എന്നാണ് സെയ്ദ് വിശ്വസിക്കുന്നത്. അടിസ്ഥാനമായിട്ട് അവൻ കുഫറൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നില്ല, സെയ്ദ് അമ്ര കാഫറാണെന്ന് പറയണമൊന്നുമില്ല. എന്നാൽ ഫഇന്നഹു ലാ യുകഫർ, അങ്ങനെയാണെങ്കിൽ സെയ്ദ് കാഫറാണെന്ന് നമുക്ക് വിധിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവനക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അവൻ വിശ്വസിച്ചിട്ടില്ല, അവൻ കുഫർ ചെയ്യുന്നൊന്നും അവനെന്തില്ല, എനിക്കറിയില്ല, അവനെ വിശ്വസിക്കുന്നില്ല. എന്നല്ല, ബൽ യകൂനു തക്ഫീറുഹു ഇഅ്തിദാഅൻ വദുൽമ, അങ്ങനെ ഇരിക്കെ സെയ്ദ് കാഫിറാണ്, അവൻ അമ്രിനെ കാഫിറാക്കുന്നില്ല, അതുകൊണ്ട് സെയ്ദ് കാഫിറാണെന്ന് പറയുക എന്നുള്ള സെയ്ദിനോട് നമുക്ക് കാണിക്കുന്ന എന്താണ്, അക്രമമാണ്. അത് അവനോട് ചെയ്യുന്ന അതിക്രമമാണ്, ദുൽമാണ്. ഫത്തസല്ലുതു അലൽ ഉമ്മത്തി ബിത്തക്ഫീരിൽ മുതസൽസിൽ, അതുകൊണ്ട് ഇങ്ങനെ ശൃംഖലയായി ഈ ഉമ്മത്തിനെ ബാധിച്ചിരിക്കുന്നതായ തക്ഫീർ വാദം അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണത്? ബി അൻ യഅ്തഖിദ അഹദുൻ കുഫ്റ മുഅയ്യനിൻ, എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേകമായ ആൾ അവൻ കാഫിറാണെന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. എന്നിട്ട് സുമ്മ യുകഫിർ, എന്നിട്ട് അവനെ കാഫിറാക്കുന്നു. എന്നിട്ട് പറയാണ് കുല്ലു മൻ ലം യുകഫിർ ഹാദൽ മുഅയ്യൻ, എന്നിട്ട് ഈ വ്യക്തിയെ കാഫിറാക്കാത്തവൻ മുഴുവനും അവനെന്താണ്, അവൻ കാഫിറാണ്. ഫയുകഫിർ കുല്ല മൻ ലം യുകഫിർ ഹാദൽ. അപ്പോൾ ഒരാൾ പ്രത്യേകമായി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വീണ്ടും സെയ്ദിലേക്ക് പോവാം. സെയ്ദ് പറയാണ് എന്താണ്, ഇതാ അമ്ർ കാഫിറായിരിക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് സെയ്ദ് പറയാണ് അമ്ര കാഫിറല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനും ആരാണ്, കാഫിറാണ് എന്നെന്ത് ചെയ്യാണ്, പ്രസ്താവിക്കുകയാണ്. ഇത് അങ്ങനെ ഫയുകഫിറുൽ ഉമ്മത ഇല്ലാ മൻ വാഫഖഹു അലാ തക്ഫീരി ഹാദൽ മുഅയ്യൻ, എന്നിട്ട് എന്താണ്, മുഴുവൻ ഉമ്മത്തിനെയും സെയ്ദ് കാഫിറാക്കുവാണ്. ആര് എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ അവരൊക്കെ മുസ്ലിം, അല്ലാത്തതിനൊക്കെ എന്താണ്, കാഫിറാണ് എന്ന് പറയുക എന്നുള്ളത് ഇഅ്തിദാഉൻ, അത് അതിക്രമമാണ്, അങ്ങനെ പറയാൻ പാടില്ല. വദുൽമുൻ, അത് ദുൽമാണ്, അക്രമമാണ്. മുഖാലഫത്തുൻ ലിദീനില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൻ്റെ ദീനിനെതിരാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ വൽ ഇഹ്തിജാജു ബിഹാദൻ നാഖിദി വബിമാ ദക്കറഹു ശൈഖുൽ ഇസ്ലാം ഇഹ്തിജാജുൻ ബാത്തിലുൻ ലിഅന്ന ഹാദാ ലാ യഅനിഹിൽ ഉലമാ. എന്നിട്ട് ഈ നാഖിദിന് എന്ത് ചെയ്യുന്നു, അവർ ചില തെളിവുകൾ പിടിക്കുക എന്നുള്ളത് എന്താണ്, അത് ബാത്തുലായ തെളിവ് പിടിക്കലാണ്. കാരണം ഉലമാക്കൾ കൊണ്ട് ഉദ്ദേശിക്കേണ്ടതല്ല. അപ്പോൾ ഇവിടെ ശൈഖുൽ ഇസ്ലാം ഈ പറഞ്ഞിരിക്കുന്ന നാഖിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണോ, ഓരോ ആളുകളും അവരവരുടെ ഗവേഷണം വെച്ചിട്ട് ഓരോ ആളുകൾ കാഫിറാക്കുന്നു, എന്നിട്ട് അവൻ കാഫിറല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എല്ലാവരും കാഫിറാണ്, ഇതാണ് ഉദ്ദേശം? അല്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാക്കിയിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നില്ല, കാഫിറാക്കുന്നില്ല. അങ്ങനെയാണ്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഉലമാക്കളെ ഏകോപിച്ചിട്ടുണ്ട് ആൾക്ക് കാഫിറാണ്, അവിടെയാണ് പ്രശ്നം. വഖദ് ബയ്യന അഇമ്മത്തു ദഅവതി ഹാദൽ അംറ ഫീ കുതുബിഹിം, അഇമ്മത്തു ദഅവ, നജ്ദ് കേന്ദ്രമായി അഹ്ലുസുന്നയുടെ ദഅവത്തുമായി രംഗത്ത് വന്നിരിക്കുന്ന അഇമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലൈസ കുല്ലു മൻ ഇഅ്തഖത്ത കുഫ്റഹു മൻ ശക്ക ഫീ കുഫ്രിഹി ഔ ലം യുകഫിർഹു കാന കാഫിറൻ. നീ എന്ത് ചെയ്യുന്നു, ഒരാൾ കാഫിറാണെന്ന് നീ വിശ്വസിക്കുന്നു, എന്നിട്ട് അവൻ കാഫിറാണെന്നുള്ളതിൽ ആരെങ്കിലും സംശയിച്ചാൽ, അല്ലെങ്കിൽ അവനെ കാഫിറാക്കിയില്ലെങ്കിൽ അവൻ കാഫിറാണ് എന്ന് പറയുക എന്നുള്ളത് അത് എന്താണ്, പാടില്ലാത്തതാണ്. വ ഇന്നമല്ലദീ യകൂനു കാഫിറൻ, എന്നാൽ കാഫിറാകുന്നത് എപ്പോഴാണ്, മൻ ലം യുകഫിർ മൻ ഉജ്മഅ അലൈഹി കുഫ്റു, ഏതൊരുവൻ്റെ മേലാണോ കുഫർ ഏകോപിക്കപ്പെട്ടിരിക്കുന്നത് അവനെ കാഫിറാക്കാത്തവനാണ്. ഔ ദല്ലദ്ദലീലു അലാ കുഫ്രി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ കുഫറിൻ്റെ മേൽ തെളിവറിയിക്കുന്നുണ്ട്. വജ്തമഅത ഫീഹി ശുറൂത്തുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വന്തഫത്തിൽ മവാനി, എല്ലാ തടസ്സങ്ങളും നീങ്ങി. വഹക്കമ ആലിമുൻ റബ്ബാനിയുൻ ബികുഫ്രി,
റബ്ബാനിയായ ഒരു ആലിം അവൻ കാഫിറാണെന്ന് എന്ത് ചെയ്തു, വിധിയും പറഞ്ഞു. ഫമഅ ഇൽമിഹി, ഇത് അറിയുന്നതിനോടുകൂടെ, ബികുല്ലി ഹാദാ, ഇതെല്ലാം അറിയുന്നതിനോടുകൂടെ, ലാ യുകഫിറുഹു ഫഹാദാ നാഫിദ്, ഇതെല്ലാം അറിയുന്നതിനോടുകൂടെ അവൻ കാഫിറാണെന്ന് ഒരാൾ പറയുന്നില്ല എങ്കിൽ എന്താണ്, അത് കാഫിറാണ്, അത് നാഖിദാണ്, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യമാണ്. അമ്മ ഗൈറു ഹാദാ, എന്നാൽ ഇതല്ലാത്തത്, ഫഇന്നഹു ലാ യൻഖുദുൽ ഇസ്ലാം, ഇസ്ലാമിനത് മുറിക്കുന്നതല്ല. ബൽ ഖദ് യകൂനുൽ വാജിബു അലൽ ഇൻസാനി ഇദാ അഅതഖദ അന്നൽ മുഅയ്യനൽ മദ്കൂറ ലം യഫ്അൽ മുകഫിറ അസ്ലൻ എന്നല്ല, എന്താണ്, ഖദ് യകൂനുൽ, ചിലപ്പോൾ നിർബന്ധമാകും, എന്താണ്, അലൽ ഇൻസാൻ, ഒരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമാകും, അവൻ എന്ത് ചെയ്താൽ, ഇദാ അഅതഖദ, അവൻ വിശ്വസിച്ചാൽ, അന്നൽ മുഅയ്യനൽ മദ്കൂർ, നേരത്തെ പറയപ്പെട്ട പ്രത്യേകമായ വ്യക്തി, ലം യഫ്അലിൽ മുകഫിറ അസ്ലൻ, അവൻ അടിസ്ഥാനപരമായി തന്നെ കുഫറൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അപ്പോൾ ഇന്നൽ വാജിബ് അലൈഹി അൻ ലാ യുകഫിർ, അവനെ കാഫിറാക്കാതിരിക്കുക എന്നുള്ള അവൻ നിർബന്ധം. അവൻ കുഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ വിശ്വസിക്കാത്ത ആളും കാഫിറാക്കാൻ പറ്റുമോ? പറ്റൂല. കാഫിറാക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഔ ഇഅ്തഖദ അന്നൽ മുഅയ്യന ഫഅലഹു അലാ വജ്ഹിൻ ലാ യകൂനു കുഫറ, അല്ലെങ്കിൽ അവൻ അത് പ്രവർത്തിച്ചത് കുഫറാകുന്ന രീതിയിലല്ല അവനത് പ്രവർത്തിച്ചത്. ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും, പക്ഷെ എന്താണ്, ഇപ്പോൾ ചില അള്ളാഹുവിൻ്റെ വിധിയല്ലാത്തത് കൊണ്ട് വിധിക്കുന്ന ആളുകൾ പല രീതിയിലുണ്ട്. അത് വിധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അപ്പം തന്നെ കാഫിറാവില്ല. അതല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആ രീതിയിലാണ് അവൻ അത് ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഫഇന്നൽ വാജിബ അലൈഹി അൻ ലാ യുകഫിറ, അവൻ കാഫിറാക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത്, നിർബന്ധമായ കാര്യം. അവഅതഖദ അന്നൽ മുഅയ്യന വഇൻ ഫഅല കുഫ്ര, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി അവൻ എന്ത് ചെയ്യുന്നു, കുഫർ പ്രവർത്തിച്ചാൽ തന്നെ, ലം തജ്തമിഅ ഫീഹി ശുറൂത്ത്, ശുറൂത്തുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവനെ കാഫിറാക്കാനുള്ള നിബന്ധനകൾ വന്നിട്ടില്ല. ഔ ഉജിദ ഫീഹി മാനിഉ, അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങൾ അവിടെ ഉണ്ട്. ഐ ഇൻതഫാ ഫീഹി ഷർത്തുൻ ഔ ഉജിദ മാനിഉ മിനൽ മവാനി, അപ്പോൾ ഏതെങ്കിലും ഷർത്തില്ല അല്ലെങ്കിൽ മാനിഅ, തടസ്സമുണ്ട് എങ്കിൽ ഫലം യുകഫിറു, അവനെന്ത് ചെയ്യാൻ പാടില്ല, കാഫിറാക്കാൻ പാടില്ല. ഫഹാദാ ലാ യൻഖുദുൽ ഇസ്ലാം, അത് എന്ത് ചെയ്യില്ല, ഇസ്ലാമിനെ മുറിക്കുന്നതല്ല എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ നാഖിദുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് സുലൈമാൻ അൽ റുഹൈലി ഹഫിളഹുല്ലാ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇനി നാലാമത്തെ നാഖിദാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കുന്നത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.